എന്റെ ശിവാനിയുടെയും പ്യൂർ ലവ്. കാര്യം ചിലപ്പോ കുറച്ച് ലേറ്റ് ആവും, പക്ഷെ ശിവാനി എന്നും എന്റേത് മാത്രമായിരിക്കും. എന്റെ ശിവാനിയുടെ ഇടയ്ക്ക് നിന്നെ പോലെ 100 പേര് വന്നാ പോലും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ശിവാനി ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. വന്നാലും മിസ്സസ് ത്രിവിക്രമായിട്ടേ വരൂ. ബ്രോ, മേരാ പാസ് മാ ഹേ മാ ഹേ മാ ഹേ മാ ഹേ. എന്താടി നിനക്ക്? ചാവാൻ എന്റെ വണ്ടിയെ കിട്ടിയോളൂ. അത് അവിടെ ശിവാനി. ശിവാനിക്ക് എന്താ സംഭവിച്ചേ? അവൾക്കൊന്നും സംഭവിച്ചില്ല, പക്ഷേ അവള് കാരണം എന്തെങ്കിലും സംഭവിക്കും. എന്നുവെച്ചാ ശിവാനി തൃശൂലിനെ ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. നീ വെറുതെ തമാശ പറയരുത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാ. എന്റെ പ്രയത്നങ്ങളൊക്കെ വെറുതെ ആയെന്ന് തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയേ. അത് ഇന്ന് 2 അമ്മമാരും അവിടെ അവളുടെ മുൻപിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലേക്ക് മരുമകളായി വരാൻ കാല് പിടിക്കുക. എന്നിട്ട് ശിവാനി എന്താ പറഞ്ഞേ? അതിന് ശിവാനി അങ്ങനെയൊന്നും തുറന്നു പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോവില്ല എന്നല്ലേ അർത്ഥം? ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. എന്നാൽ അവൾ അമ്പലത്തിലേക്കാ പോയത്. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ എന്താ? എനിക്കെന്തോ അവൾ അവിടെ വെച്ച് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തോന്നിയത്. എന്റെ കൂടെ ജീവിക്കണമെന്നുള്ള തീരുമാനമായിരിക്കും. ഇത്രയും ദിവസം അങ്ങനെ തോന്നി. എടുത്തു കഴിഞ്ഞൊരു തീരുമാനം വീണ്ടും എടുക്കാൻ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം എന്താ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്കെന്തോ ശിവാനി അവളുടെ മനസ്സൊക്കെ മാറ്റി തൃശൂലിനെ ഭർത്താവായിട്ട് സ്വീകരിച്ച് അവരുടെ കൂടെ പോകാൻ തീരുമാനമെടുത്തെന്ന് തോന്നുന്നു. ഇനി അവൾ വീട്ടിൽ ചെന്ന് എന്തു പറയുന്നോ അതിനടിസ്ഥാനമാക്കിയായിരിക്കും നിന്റെ ഭാവി. എനിക്കെന്തോ ശിവാനി ഇനി നിനക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു. അവൾ തൃശൂലിനെ സ്വീകരിക്കുമോ എന്നൊരു പേടി. നീ വന്നു മോളെ ശിവാനി. ഞങ്ങള് നിനക്ക് വേണ്ടിയാ കാത്തു നിന്നത്. വീണ്ടും നിന്റെ അടുത്ത് വന്ന് സംസാരിച്ച് സമ്മതിപ്പിക്കാനൊന്നുമല്ലേ? ആ വിഷയത്തില് ഞങ്ങൾ പരാജയപ്പെട്ടു പോയില്ലേ? എന്റെ മകന്റെ ജീവിതം ശരിയാകണം, 2 പേരും ഒന്നുചേരണമെന്ന് കരുതി വന്നതാ ഇവിടെ. എന്നാൽ അതൊന്നും തന്നെ നടന്നില്ല. ഇനിയും നിന്നെ ഞങ്ങൾ നിർബന്ധിക്കില്ലേ? ഞങ്ങൾ കാരണം നിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവാം. നിന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഒരിക്കലും നിന്നെ ദ്രോഹിക്കാനല്ല. ദയവ് ചെയ്ത് ഞങ്ങളോട് നീ ക്ഷമിക്കണം മോളെ. ഇനി ഒരിക്കലും ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. സംഭവിച്ചു പോയ കാര്യങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കുക. ശിവാനി, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മോളെ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വരണ്ടേ? നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവില്ലേ? ശിവാനി, നീ എന്താ പറഞ്ഞത് മോളെ? നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നോ? ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി കയറി വരാൻ നീ സമ്മതിച്ചോ മോളെ? സത്യമാണോ ഈ പറഞ്ഞത്? അതെ, ഞാനും വരുന്നു. ശിവാനി, അവസാനം ഞങ്ങളുടെ വിശ്വാസം നീ രക്ഷിച്ചുവല്ലോ മോളെ. ഞങ്ങളുടെ മകന്റെ ജീവിതവും കുടുംബത്തിന്റെ അഭിമാനവും നീ സംരക്ഷിച്ചു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട്. അതെന്താന്ന് പറയും മോളെ. ഞാൻ നിങ്ങളുടെ വീട്ടിലെ മരുമകളാണ്. തൃശൂലിന്റെ ഭാര്യയുമാണ് ഞാൻ.
പക്ഷെ ഒരു കാര്യത്തിനും ആരും എന്നെ നിർബന്ധിക്കാൻ പാടില്ല. ശരി മോളെ, ഞങ്ങൾ ഒരു കാര്യത്തിന് നിന്നെ നിർബന്ധിക്കില്ല. രണ്ടാമത്തേത്, ഇത്രയും നാൾ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ പുറത്തേക്ക് പോകും, വീട്ടിലേക്ക് തിരികെ വരും. അതിനെക്കുറിച്ച് ഒരു കാരണവശാലും ആരും എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. ആയിക്കോട്ടെ ശിവാനി, നിങ്ങളൊക്കെ ഈ കാലത്തെ കുട്ടികളല്ലേ, അങ്ങനെ നീ ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. ഇനി മൂന്നാമത്തേത്, എന്റെ വീട്ടുകാരെല്ലാരും ഫോറിനിൽ തന്നെയാണുള്ളത്. അവരെ കാണണമെന്ന് എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ അവിടെ പോയിട്ട് വരും. ആരും അതിനെതിരെ പറയാൻ പാടില്ല. സ്വന്തം വീട്ടിൽ പോകുന്ന പെൺകുട്ടികളെ ആരാ തടയാ മോളെ? സന്തോഷമായിട്ട് പോയി എത്രയും പെട്ടെന്ന് വായെന്ന് മാത്രല്ലേ പറയൂ. കഴിഞ്ഞു നിന്റെ കണ്ടീഷൻസ് ഒക്കെ? ഇപ്പോഴേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതും സമ്മതമാ. ഞങ്ങളുടെ മകന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായല്ലോ, ഞങ്ങൾക്ക് അത് മതി. ശിവാനി, ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നീ വേഗം വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ശിവാനി, ആദ്യം നീ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് വാ. ഞാൻ ഇപ്പൊ തന്നെ ഈ കാര്യം വീട്ടുകാരോടൊക്കെ പറയട്ടെ. പോവല്ലേ? ഫോൺ ചെയ്യുന്നു. എന്താ തൃശൂൽ, അത് എന്ത് പറ്റിന്ന് പറയാമേ? നിന്നോട് ഈ വിഷയം എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല മോനെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിന്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് കേട്ടാ ചിലപ്പോ നിനക്ക് വിഷമാവുമായിരിക്കും, പലതും മനസ്സിൽ തോന്നുകയും ചെയ്യും. എങ്കിലും തൽക്കാലം നീ ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്, ഓക്കെ അല്ലേ? ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണ് മോനെ. ചില സമയത്തൊക്കെ നമ്മൾ പലതും ആഗ്രഹിച്ചു പോവും. എന്നാൽ ഭഗവാൻ തലയിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് മാത്രമല്ലേ സംഭവിക്കൂ. ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെന്നല്ലേ പറയാൻ വരുന്നേ? അത് അങ്ങനെയല്ല തൃശൂൽ. എനിക്ക് മനസ്സിലായമ്മേ, ചുറ്റി വളച്ച് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം സത്യം, ശിവാനി ഇല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. തൃശൂൽ, അമ്മ ഒന്ന് നിർത്തമ്മേ. അമ്മ എന്താണ് പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശിവാനിക്ക് എന്നെ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല, അതല്ലമ്മേ? അത് ശിവാനി. സാരമല്ലേ, വിട്ടേക്കമ്മേ. ഞാൻ സ്വയം എന്റെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുക. തൃശൂൽ, ശിവാനി നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചതാ. ആണോ അമ്മേ? അമ്മ ഈ പറയുന്നതൊക്കെ സത്യമാണോ? അതേടാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഞങ്ങൾ അവളെയും കൂട്ടി ഇപ്പൊ അങ്ങ് വരും. അമ്മേ, നിങ്ങൾ സൂപ്പർ തന്നെയാണ് കേട്ടോ. ശിവാനി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളാ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ല. ഓ, ലവ് യു ലവ് യു ലവ് യു ലവ് യു സോ മച്ച്. മതി മതി, നീ അധികം ഓവറാക്കണ്ട. ഇങ്ങോട്ട് താ മതി. തൃശൂൽ, വീട്ടിൽ മുത്തശ്ശിയോടെല്ലാം ശരിയാക്കി വെക്കാൻ പറ. ഞങ്ങളിത് ഇറങ്ങാൻ തുടങ്ങാം. ഇപ്പൊ തന്നെ പറയാം, ഞാൻ ഇപ്പൊ തന്നെ പറയാം, എല്ലാവരോടും പറയാം. ഓക്കെ, ശരി. ബൈ ബൈ ബൈ. മുത്തശ്ശി, 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 where are you? എടാ തൃശൂലേ, എന്താടാ, എന്താ കാര്യം? എന്ത് പറ്റിയടാ? മുത്തശ്ശി, ചെറുക്കനിത് എന്താ പറ്റി? ഓ, ഇവന്റെ കാര്യം നീ ഇങ്ങനെ തുള്ളിച്ചാടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ പറ്റിയേ? അയ്യോ, വീഴടാ. എന്റെ തല കറങ്ങുന്നു. കാര്യം എന്താന്ന് വെച്ചാ പറയും മോനെ. മുത്തശ്ശി, ശിവാനി വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചു. എന്താ പറഞ്ഞേ? ശിവാനി വരാന്ന് സമ്മതിച്ചോ? അതേന്നേ,
ശിവാനി സമ്മതിച്ചു എന്റെ കൂടെയുള്ള ജീവിതം ഇനി തുടങ്ങാൻ പോവാണെന്ന്. അമ്മാവാ എന്തോന്നും മിണ്ടാ നിൽക്കുന്നേ? ശിവാനി വരുന്നു പറഞ്ഞപ്പോ സന്തോഷം തോന്നില്ലേ? പിന്നെ നല്ല സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടാവണല്ലോ. അവള് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അവള് വന്നു കഴിഞ്ഞാലേ അവളെ ഞാനൊരു റാണിയെ പോലെയല്ല നോക്കാൻ പോകുന്നേ. അവളെ കൊണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. ഒരു തുള്ളി പോലും വിഷമം ഉണ്ടാക്കാതെ ഞാൻ അവളെ നോക്കും. ഇതൊക്കെ കേട്ട് പഠിക്കും. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എടീ, അവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൻ ഇപ്പൊ ഒരു സ്വപ്നലോകത്താ. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, എല്ലാം വിട്ടേക്ക്. മുത്തശ്ശി അവള് ഇപ്പൊ തന്നെ വരൂടേക്ക്. അതിനു മുൻപ് എല്ലാം റെഡിയാക്കിയേക്കണം. ഓക്കെ അല്ലേ? ആയിക്കോട്ടെടാ കൊച്ചുമോനെ, നീ നിന്റെ ഭാര്യ ആനയിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുവാണല്ലോ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവൾ എപ്പോ വരുമെന്ന് ആലോചിച്ച് ഒറ്റക്കാലിൽ നിക്കല്ലേ ഞാൻ. നോ നോ, ശിവാനി അത് സമ്മതിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അവൾ ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് കാര്യം? നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വെറുതെ ആയില്ലേ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞതാ എന്റെ അമ്മമാര് ശിവാനി എന്ത് പറഞ്ഞിട്ടാലും കൺവിൻസ് ചെയ്യിക്കുമെന്ന്. ഇപ്പൊ സമാധാനമായില്ലേ? അവരുടെ വാശിയല്ലേ നടന്നിരിക്കുന്നേ. ത്രിവിക്രം, ഇതിൽ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ഭാഗത്തോ? എന്ത്? ഞാൻ എത്ര പറഞ്ഞിട്ടും അത് കേൾക്കാതെ എടുത്ത് ചാടി അമ്മമാരുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയിട്ട് വന്നില്ലേ? അതുകൊണ്ട് അവരുടെ തീരുമാനം കൂടുതൽ ഉറപ്പുള്ളതായി. ഇങ്ങനെ മുന്നോട്ടു പോയാൽ രണ്ടു മക്കളുടെ ജീവിതം ഒരുപോലെ നശിക്കുമെന്ന് ശിവാനിയെ പറഞ്ഞ് ബോധിപ്പിച്ച് അവളെ വീണ്ടും നിർബന്ധിച്ചു, ചോദിച്ചു, യാചിച്ചു. ഇതൊക്കെ നിനക്ക് ആദ്യമേ പറയായിരുന്നില്ലേ? എന്താ പറയുന്നേ? എന്തുകൊണ്ടാന്ന് വെച്ചാ ഇപ്പൊ അവൻ എന്തായാലും താലി കിട്ടിയല്ലോ. അവള് സമ്മതിച്ചില്ലെങ്കിലും അവൻ അവളുടെ ഭർത്താവ് തന്നെയാ. ഇനിയിപ്പോ എന്താ ചെയ്യ? ഇല്ല, അതൊരു കാരണവശാലും ഞാൻ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. ശിവാനി ഇപ്പൊ തന്നെ പോയി തടഞ്ഞേ പറ്റൂ. ഒരു കാരണവശാലും അവൾ എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ആ വീട്ടിലേക്ക് അവൾ എത്തരുത്. അതിനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. ത്രിവിക്രം, ത്രിവിക്രം! മുത്തശ്ശി എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മോനെ. വീണമോടെ സമയം എത്രയായി? ഒന്ന് ക്ഷമിക്കണ്ടേ ചേട്ടാ. ഓക്കെ. എത്തിയോ? അമ്മേ, ദേ ശിവാനി വന്നു. വന്നു മോളെ. ശിവാനി, ഒരു നിമിഷം നിൽക്ക് മോളെ. ദമയന്തി, നീ ഇങ്ങ് വാ. ദമയന്തി, തനീഷ, രണ്ടുപേരും ചെന്ന് ശിവാനിക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവാ. അല്ല, ഈ ചടങ്ങൊക്കെ അന്ന് തന്നെ ചെയ്തതല്ലേ? അതൊക്കെ ശരിയാ. അന്നൊരു പേരിന് മാത്രം ചെയ്ത ചടങ്ങുകളൊക്കെ അല്ലേ. ഇന്നാണെങ്കിൽ ശിവാനി കാരണം എല്ലാവരുടെയും മനസ്സ് സന്തോഷിച്ചിരിക്കുകയല്ലേ. ഏയ് തൃശൂൽ, നീ പുറത്തേക്ക് പോയേ. പുറത്തേക്ക് എന്തിന്? നീ ഒന്ന് പുറത്തേക്ക് പോടാ. നിന്റെ ഭാര്യ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റണ്ടേ. നീ കൂടി ചെന്ന് അവളുടെ അടുത്ത് ചേർന്ന് നിൽക്ക്. അവന്റെ നാണം കണ്ടില്ലേ? ഹായ് ശിവാനി. വീണേ, ചെല്ലുമോളെ, മാല കൊടുക്ക. തൃശൂൽ, ശിവാനി, രണ്ടുപേരും പരസ്പരം മാല ഇട്ടേ. ചേട്ടാ, ഇതെന്തായി ആലോചിച്ച് നിൽക്കുന്നത്? ചേച്ചിക്ക് മാല ഇട്ട് കൊടുക്ക്. അതെ ചേച്ചി, ചേച്ചി മാലയിട്ട് കൊടുക്ക്.
ദമയന്തി, തനിഷ, ചെന്ന് ആരതി ഒഴിഞ്ഞേ. അതെ, എടുക്ക്. ഒന്ന് എടുക്കുന്നേ. ശിവാനി, വലതുകാലം കൊണ്ട് തട്ടിയിട്ടിട്ട് കയറി വാ മോളെ. രണ്ടുപേരും ചെല്ല്, പോയി ഭഗവാനെ തൊഴുതിട്ട് വാ. ശിവാനി, നീ കത്തിച്ച ദീപമായിരിക്കുന്നത്. നീ ഈ വീട് വിട്ടു പോയിട്ടും അതണഞ്ഞു പോയിട്ടേ ഇല്ല. മരുമകള് കത്തിച്ച നിലവിളക്ക് അണയാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ആ വിളക്കിനെ നമസ്കരിക്കുമോളെ. ദൈവമേ, ഇഷ്ടമില്ലെങ്കിലും കഴുത്തിലുള്ള താലിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. താല്പര്യമില്ലെങ്കിലും സമ്മതിച്ച് ഈ വീട്ടിലേക്ക് വന്നു. എല്ലാം നീ പറഞ്ഞതുപോലെ നടക്കുകയാണ്. ദൈവമേ, അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ശിവാനി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത്. ഇനി ഒരു കാരണവശാലും അവളുടെ മനസ്സ് മാറി എന്നെ വിട്ടു പോകാതെ നോക്കണേ ദൈവമേ. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്റെ ലക്ഷ്യം മാത്രമാണ്. പക്ഷേ മുന്നോട്ടുള്ള വഴിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് വഴി കാണിക്കണേ. ശിവാനി, ഒട്ടും സങ്കടപ്പെടുത്താതെ ജീവിതകാലം മുഴുവൻ നിന്റെ കൈ പിടിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു കാരണവശാലും പിടിച്ചു കൈ ഞാൻ വിടില്ല. എന്റെ ലക്ഷ്യം നേടാൻ തടസ്സമാകുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഇത് സത്യം. രണ്ടുപേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എനിക്ക് വരൂ. ശിവാനി, ഞങ്ങൾക്ക് എത്ര സന്തോഷമായെന്നറിയോ മോളെ. നീ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീ വന്നില്ലെങ്കിൽ എന്താകുമെന്ന പേടിയും ഉണ്ടായിരുന്നു. ശിവാനി, ഈ വീടിന് നഷ്ടപ്പെട്ട ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നില്ലേ നീ? എല്ലാ കാലവും നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതെ ചേച്ചി, ഇനി നമ്മൾ രണ്ടുപേരും ഒരു ടീമാ. ചേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാ എന്നോട് പറഞ്ഞാ മതി. ഓഹോ, അപ്പോഴേക്കും ചേട്ടന്റെ ഓപ്പോസിറ്റ് ആയോ നീ? ഇപ്പൊ അത്രയ്ക്ക് ധൈര്യം വന്നോ നിനക്ക്? അങ്ങനെയൊന്നും അല്ലെന്നേ. ചേച്ചി ഇങ്ങ് വന്നില്ലേ, ഇനി ഞാൻ ചേച്ചിയുടെ സൈഡിലാ. ആഹാ, എത്ര പെട്ടെന്നാ നീ ശിവാനിയുടെ പാർട്ടി ചേർന്നത്. ആള് കൊള്ളാലോ നീ. വീണേ, നീ ശിവാനിയെ മോളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ശരി മോം. വാ മോളെ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. എന്നാ ചെല്ലേ.